ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. படத்தோடு கடைசி ஷாட்ல இப்படி இருக்கணும். கடைசியில வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ஒரு போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் ஓகே, வேணும். எடுக்கணும். அப்ப എനിക്കതറിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. വിധി അല്ല, അതെന്ത് പറയാനാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. വീട്ടാണ് നീ ഈ തറവാടൊരു കുരുക്ഷേത്ര ഭൂമിയൊക്കെ സമ്മതിക്കില്ല. മതി പടപൊരുതും അംഗം വെട്ടി. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറ. யோசிச்சேன் சார், எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். രാമനാഥൻ കലക്കി. എക്സലന്റ്. താങ്ക് യു. യു ആർ സ്മാർട്ട്, വെരി വെരി സ്മാർട്ട്. താങ്ക് യു. எல்லாரும் அதுதான் பாப்பாங்க. ஆமா, 5 பேர் publicity. சேர்ந்து நடந்து வரது மிஸ் பண்ணிட்டு எதுக்கு தீபாவளிக்கு வீட்டுக்கு போனோம்னு நினைப்பாங்க. ചേച്ചി എന്നെ പറ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? ഒരു കുറ്റമില്ല. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. എവിടെയായിരുന്നു കണ്ണാ? എവിടേക്ക് അന്വേഷിച്ചു? അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. താൻ ആള് സ്മാർട്ട് ആണല്ലോ. സ്മാർട്ട് രാഘവൻ, നല്ല പേരാ. അതിന് പോവാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്, ശരിയാണ്. പിടിച്ച വീട്ടിനൊരു ഇഞ്ച് മാറിട്ടാ. അപ്പോ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ഫൈറ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താല്. സാറേ, എന്റെ ഷോട്ട് എപ്പോഴാണ്? ഒരു ടെൻഷൻ പേടിക്കണം. എടുക്കട, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് എടുക്കെടുക്ക മറ്റേത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റി. സത്യം എന്താണെന്ന് ആർക്കറിയാം. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എന്റെ പൂജയും എല്ലാം ദിവസവും തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്.